ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 9 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് എൽഡിഎഫിന്റെ ശക്തമായ മുന്നേറ്റം. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും ഇടതുമുന്നണി വ്യക്തമായ ആധിപത്യം പുലർത്തുകയാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 514 എൽഡിഎഫാണ് മുന്നിൽ. 377 പഞ്ചായത്തുകളിലാണ് യുഡിഎഫ് മുന്നേറുന്നത്. എൻഡിഎ 22 ഗ്രാമപഞ്ചായത്തുകളിലും മുന്നേറുകയാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 10 എൽഡിഎഫും 4 യുഡിഎഫും മുന്നിലാണ്. കോർപ്പറേഷനുകളിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് 100-ൽ 51 സീറ്റുകളോടെ എൽഡിഎഫ് വിജയിച്ചു. 34 വാർഡുകളിൽ ബിജെപി മുന്നിലെത്തി. 10 യുഡിഎഫും വിജയിച്ചു. കോഴിക്കോട് നഗരസഭയിലും എൽഡിഎഫാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി നസീർ ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നസീർ, ഹലോ. നസീർ, കേൾക്കാമോ? എന്താണ് നഗരസഭയിലെ കക്ഷിനില? ഔദ്യോഗിക ഫലപ്രഖ്യാപനം പുറത്തുവന്നു? ഇല്ല, ഇപ്പൊ നിലവിൽ ഏതാനും സീറ്റുകൾ കൂടി വോട്ടുകൾ എണ്ണിത്തീരാൻ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. നിലവിൽ 49 സീറ്റുകളിലാണ് എൽഡിഎഫിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ 14 സീറ്റുകളിലാണ് യുഡിഎഫ് മുന്നിട്ട് നിൽക്കുന്നത്. 7 സീറ്റുകളിൽ എൻഡിഎ മുന്നിട്ട് നിൽക്കുന്നു. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച 5 പേർ ഇവർ ഇതിനകം വിജയിച്ചു കഴിഞ്ഞു. ഇവർ 2 മുന്നണികളിലും പെട്ടവർ ഇതിലുണ്ടാകും. ഇതാണ് നിലവിൽ നഗരസഭയിലെ കക്ഷിനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ. നന്ദി നസീർ. കൊല്ലം കോർപ്പറേഷനിൽ എൽഡിഎഫ് 39 സീറ്റ് നേടി വിജയിച്ചു. യുഡിഎഫ് 9, എൻഡിഎ 6 എന്നതാണ് ലീഡ് നില. തൃശൂർ കോർപ്പറേഷനിലും ആർക്കും വ്യക്തമായ മേൽക്കൈയില്ല. യുഡിഎഫ് 23, എൽഡിഎഫ് 20, എൻഡിഎ 6 എന്നിങ്ങനെയാണ് കക്ഷിനില. കൊച്ചി കോർപ്പറേഷനിൽ യുഡിഎഫ് 30 സീറ്റ് നേടി. എൽഡിഎഫ് 29, എൻഡിഎ 5, മറ്റുള്ളവർ 10 എന്നതാണ് കൊച്ചി കോർപ്പറേഷനിലെ സീറ്റ് നില. കണ്ണൂർ കോർപ്പറേഷൻ യുഡിഎഫ് നിലനിർത്തി. യുഡിഎഫ് 34 സീറ്റിൽ ജയിച്ചു. 19 എൽഡിഎഫ് വിജയിച്ചത്. സംസ്ഥാനത്ത് മത്സരം നടന്ന 86 മുനിസിപ്പാലിറ്റികളിൽ യുഡിഎഫിന് മേൽക്കൈ. 45 യുഡിഎഫും 35 എൽഡിഎഫുമാണ് മുന്നേറുന്നത്. എൻഡിഎ പന്തളം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ ഭരണം ഉറപ്പാക്കി. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് നഗരസഭ 28 സീറ്റുകളോടെ എൻഡിഎ നിലനിർത്തി. വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഹലോ ഫൈസൽ. എൽഡിഎഫിന്റെയും കക്ഷിനില എത്രയാണ്? ജില്ലയിലെ മൊത്തം ചിത്രം എന്താണ്? ജില്ലയിൽ ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഇടതുമുന്നണിക്കാണ് മുൻതൂക്കം. നിലവിൽ ബ്ലോക്കിൽ 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11 എൽഡിഎഫ് മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ 83 ഗ്രാമപഞ്ചായത്തുകളിൽ 60 ഗ്രാമപഞ്ചായത്തുകളിൽ എൽഡിഎഫിനാണ് മുൻതൂക്കം. മുനിസിപ്പാലിറ്റികളിലും പതിവിന് വിപരീതമായി എൽഡിഎഫ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. 7 മുനിസിപ്പാലിറ്റികളിൽ 5 മുനിസിപ്പാലിറ്റികളിൽ എൽഡിഎഫ് മുന്നിലെത്തി. യുഡിഎഫ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് യുഡിഎഫ് മുന്നിലെത്തിയിട്ടുള്ളത്. പാലക്കാട് മുനിസിപ്പാലിറ്റി ബിജെപി ഭരണത്തുടർച്ച ഉറപ്പാക്കിയിട്ടുണ്ട്. നന്ദി ഫൈസൽ. പാലായിൽ ചരിത്രം കുറിച്ച് എൽഡിഎഫ്. നഗരസഭ രൂപീകരിച്ച ശേഷം ആദ്യമായി എൽഡിഎഫ് ഭരണത്തിലെത്തുകയാണ്. ജോസ് വിഭാഗത്തിന്റെ 9 സീറ്റുകളടക്കം എൽഡിഎഫിന് 12 സീറ്റുകളാണ് ലഭിച്ചത്. യുഡിഎഫിന് 8 സീറ്റുകളും ലഭിച്ചു. തൊടുപുഴ നഗരസഭയിൽ മത്സരിച്ച 7-ൽ 5 സീറ്റിലും കേരള കോൺഗ്രസ് വിഭാഗം തോറ്റു. ജോസ് വിഭാഗം മത്സരിച്ച 4-ൽ 2 സീറ്റിൽ ജയിച്ചു. കഴിഞ്ഞ തവണയും 2 സീറ്റിൽ ജയിച്ചിരുന്നു. യുഡിഎഫ് 10, എൽഡിഎഫ് 4, എൻഡിഎ 7, സ്വതന്ത്രർ 14 എന്നിങ്ങനെയാണ് ഒടുവിലത്തെ കക്ഷിനില. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ ഇത്തവണയും പ്രതിപക്ഷമില്ലാതെ ഇടതുപക്ഷം ഭരിക്കും. 28 സീറ്റിലും എൽഡിഎഫ് വിജയിച്ചു. സംസ്ഥാനത്ത് പ്രതിപക്ഷമില്ലാത്ത ഏക നഗരസഭയും ആന്തൂരിലേതാണ്. തിരുവനന്തപുരം മേയർ കെ ശ്രീകുമാറിന് തോൽവി. എൻഡിഎ സ്ഥാനാർത്ഥിയോടാണ് പരാജയപ്പെട്ടത്. എൽഡിഎഫും എൻഡിഎയും തമ്മിൽ കടുത്ത മത്സരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. തൃശൂർ കോർപ്പറേഷനിലെ ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനും പരാജയപ്പെട്ടു. ബിജെപിയുടെ സിറ്റിംഗ് സീറ്റിലാണ് ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടത്. കോഴിക്കോടും കൊച്ചിയിലും യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥികളും തോറ്റു. കോഴിക്കോട് കോർപ്പറേഷനിൽ യുഡിഎഫ് മേയർ സ്ഥാനാർത്ഥി ഡോക്ടർ PN അജിതയാണ് പരാജയപ്പെട്ടത്. കൊച്ചി കോർപ്പറേഷനിൽ N വേണുഗോപാലാണ് പരാജയപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായ ചരിത്ര വിജയം മുന്നണിയുടെ തത്വാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടിനും സംസ്ഥാന ഭരണത്തിനും ജനങ്ങൾ നൽകിയ അംഗീകാരമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജനതയെ ഒപ്പം ചേർത്ത് നാട്ടിൽ സമാനതകളില്ലാത്ത വികസനം നടപ്പാക്കിയ പിണറായി സർക്കാരിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണിതെന്നും സിപിഐഎം അറിയിച്ചു. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബിജെപിക്ക് കേരളത്തിൽ സ്ഥാനമില്ലെന്ന് തെളിഞ്ഞു. യുഡിഎഫിലുണ്ടായ പാളിച്ചകൾ പരിശോധിക്കുമെന്നും തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തോൽപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ ഒത്തുകളിച്ചെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് വൻതോതിൽ വോട്ട് കച്ചവടം നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.